Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. Prayer പറഞ്ഞോ കേട്ടോ. Good morning, everyone. Heavenly Father, we thank you for the opportunity to learn and grow through this online class. We ask that you would give us the strength and focus to stay on task and complete our assignments with excellence. Help us to be diligent in our studies so that we may gain knowledge and understanding of the material. Give us patience when we are struggling and help us to remember that you are always with us. Amen. Sign in. Sign in ആരാ പറയുന്നത്? My good morning to everyone. I am Safina. എനിക്ക് പറഞ്ഞോളൂ. Good morning, everyone. Welcome. Good morning, everyone. Welcome to our online class. I am Mariamma. We are excited to have Abarna miss us today. Let's make this online platform actively. Your participation is valuable. Let's get started and make this class productive and enjoyable. Thank you. And let's begin with the thought of the day by Shruti. Thought of the day പറഞ്ഞോ കേട്ടോ. Good morning, everyone. I am Shruti Suresh, and today's thought: intelligence plus character, that is the goal of true education. ബുദ്ധിയും സ്വഭാവവും അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. താങ്ക് യു. സോ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ഏത് പോർഷൻ ആയിട്ടുള്ള ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഏത് പോർഷൻ ആയിരുന്നു തന്നത്? ഫസ്റ്റ് ചെയ്തില്ലല്ലേ? CPR-ഉം അപ്പൊ ഞാൻ നോക്കട്ടെ. CPR-ഉം അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചിട്ട് അല്ലെ? യെസ് മാം. ഞാൻ പേര് എഴുതിയിട്ടുണ്ട്, ഞാൻ റീഡ് ചെയ്യാം. ഓക്കെ. ആതിരയായിരുന്നോ? ആതിരയായിരുന്നു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ലൗലിയോ? ചേച്ചി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പറഞ്ഞിരുന്നു. ഓക്കെ. CPR സൗമ്യ ഇല്ലേ? സൗമ്യ. സിബി? ഓക്കെ മാം. ലക്ഷ്മി? രാജൻ? മാം, രേഷ്മി കൊച്ചിന്റെ സ്കൂളിന്റെ ഫസ്റ്റ് ഡേ ആണ്, അപ്പൊ ഇന്ന് ചിലപ്പോ ഉണ്ടാവില്ല എന്ന് പറയാൻ പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ മാം. ചെയ്തോളാം കേട്ടോ. അടുത്ത സെമിനാർ വരുമ്പോൾ പറയാൻ പറഞ്ഞാൽ മതി. ലൗലിയോ? ചേച്ചിക്ക് പനിയൊക്കെ ആയിരുന്നു, ഇന്ന് ക്ലാസ്സിൽ ഉണ്ടോന്ന് അറിയില്ല, വയ്യായിരുന്നു. നോക്കട്ടെ കേട്ടോ. ലൗലി ഇല്ല, കുഴപ്പമില്ല. നെക്സ്റ്റ് സെമിനാർ ടോപ്പിക് വരുമ്പോ അവർക്ക് കൊടുക്കാം. അപ്പൊ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചിട്ട് ആതിര പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. Good morning, Miss. Good morning, all. Today, I am talking about the topic artificial respiration. Artificial respiration, also known as artificial ventilation, is a method of manually or mechanically forcing air into out of a person's lungs. ആർട്ടിഫിഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ എന്നും കൂടി ഇതിനറിയപ്പെടുന്നുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സന്റെ ലങ്സിലേക്ക് ഫോഴ്സ്ഫുള്ളി ആയിട്ട് എയർ കൊടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. when they are unable to breathe on their own or their breathing is inadequate. എപ്പോഴാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ബ്രീത്ത് ചെയ്യുന്നത് അവർക്ക് ആവശ്യമാണ്, അവർ സഫിഷ്യന്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നത്.
It's used to assist or stimulate breathing in situation like drawing, choking or during surgery or coma. ഇത് മെയിനായിട്ട് കൊടുക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാന്ന് വെച്ചാൽ ഡ്രോയിങ് സമയം മുങ്ങി പോകുമ്പോൾ, അല്ലെങ്കിൽ ചോക്കിംഗ് വരുമ്പോൾ, ശ്വാസം മുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ സർജറിയുടെ സമയത്തോ അല്ലെങ്കിൽ കോമയായി പോകുന്ന സമയത്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൂടുതലായിട്ടും ആവശ്യം വരുന്നത്. അതായത് അപ്പോഴാണ് കൂടുതലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. Next one is method of artificial respiration. Artificial respiration methods. There are two methods, manual techniques and manual ventilation. And manual techniques have also sub two methods, mouth to mouth and manual ventilation. First one is mouth to mouth. It is a method of artificial ventilation where a rescuer blows air into the victim's lungs. മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്ക്യൂവർ വിക്ടിമിന്റെ ലങ്സിലേക്ക് വായിലൂടെ എയർ ബ്ലോ ചെയ്യുന്ന മെത്തേഡാണ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. മൗത്ത് ടു മൗത്ത് റെസ്പിറേഷനെ റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. To help their breathe, it is a vital part of cardiopulmonary resuscitation. ഇത് cardiopulmonary resuscitation, അതായത് CPR-ന്റെ കൂടെ ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഓക്സിജൻ ടു ഇൻഡിവിജ്വൽസ് ഹു ആർ നോട്ട് ബ്രീത്തിങ് ഓർ നോട്ട് ബ്രീത്തിങ് അഡിക്വേറ്റ്ലി. അതായത് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സഫിഷ്യൻ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് മാനുവൽ വെന്റിലേഷൻ. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബാഗിംഗ് ഓർ ഹൈപ്പർ ഇൻഫ്ലേഷൻ. ബാഗിംഗ് അല്ലെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. A technique used to assist a patient breathing typically in emergency situation or when mechanical ventilation is not available. ഒരു എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷൻ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. It involves using a manual resuscitation bag often connected to a mask. ഇതിന് ഒരു മാനുവൽ റെസ്കിറ്റേഷൻ ബാഗും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു മാസ്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ മാനുവൽ വെന്റിലേഷൻ ചെയ്യുന്നത്. ഡെലിവറി പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ടു ദി പേഷ്യൻസ് ലങ്സ്. പേഷ്യൻസിന്റെ ലങ്സിലേക്ക് ഒരു പോസിറ്റീവ് പ്രഷർ എയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാഗും മാസ്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മെക്കാനിക്കൽ വെന്റിലേഷൻ. ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻസിലും രണ്ട് സബ് മെത്തേഡ്സ് ഉണ്ട്, വെന്റിലേറ്റർ ആൻഡ് നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ. ഫസ്റ്റ് വൺ ഈസ് വെന്റിലേറ്റർ. മെഷീൻസ് ദാറ്റ് ഡെലിവർ എയർ ഇൻ ടു ദി ലങ്സ് ടിപ്പിക്കലി ത്രൂ ആൻ എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ട്രക്കിയ. ട്രക്കിയയിലേക്ക് ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് ലങ്സിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. Next one, non-invasive ventilation. Mechanical ventilation without an endotracheal tube, often using a mask or nasal prong. Endotracheal tube ഉപയോഗിക്കാതെ ലങ്സിലേക്ക് എയർ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിക്കാതെ മാസ്ക് അല്ലെങ്കിൽ ഒരു നേസൽ പ്രോങ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെൻ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ യൂസ്. എപ്പോഴാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വൺ റെസ്പിറേറ്ററി അറസ്റ്റ്. റെസ്പിറേറ്ററി അറസ്റ്റ് സംഭവിക്കുമ്പോൾ, റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് വെച്ചാൽ വെൻ എ പേഴ്സൺ സ്റ്റോപ്പ് ബ്രീത്തിങ് ഡ്യൂ ടു വേരിയസ് കോസസ് ലൈക്ക് ഡ്രോയിങ്, ചോക്കിംഗ് ഓർ പോയ്സണിങ്. മുങ്ങിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുമ്പോൾ ഒരാൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതിനാണ് റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റെസ്പിറേറ്ററി ഡിസ്ട്രസ്. Respiratory distress എന്ന് പറഞ്ഞാൽ when a person is struggling to breathe, experiencing difficulty breathing and their oxygen level are low. ഒരാള് ബ്രീത്ത് ചെയ്യാൻ ഡിഫിക്കൽറ്റി കാണിക്കുക, അവരുടെ ഓക്സിജൻ ലെവൽ വളരെ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. നെക്സ്റ്റ് വൺ മെഡിക്കൽ പ്രൊസീജിയർ. During surgery, coma or trauma, when a patient own breathing is insufficient or cannot supported. ഒരു പേഷ്യന്റ് സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ സർജറിയുടെ സമയത്ത് അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉപയോഗിക്കുന്നത്. അതാണ് മെഡിക്കൽ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കാർഡിയാക് അറസ്റ്റ്. As a part of CPR to help restore breathing and circulation when the heart has stopped. കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന ഹാർട്ട് സ്റ്റോപ്പ് ആവുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് CPR-ന്റെ കൂടെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നത്.
നെക്സ്റ്റ് വൺ കീ കൺസിഡറേഷൻ, അതായത് എന്തൊക്കെ കൺസിഡറേഷൻ ആണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന്. എയർവേ മാനേജ്മെന്റ്, എൻഷുറിങ് എ ക്ലീൻ എയർവേ ഈസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. സഫീഷ്യന്റ് ആയിട്ടുള്ള എയർവേ കൊടുക്കുന്നത് ഏറ്റവും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ട സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഫീഷ്യന്റ് ആയിട്ടുള്ള എയർ സപ്ലൈ കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഓക്സിജൻ ഡെലിവറി, പ്രൊവൈഡിങ് സഫീഷ്യന്റ് ഓക്സിജൻ ടു ദി ലങ്സ് ഈസ് എ വൈറ്റൽ. സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ലങ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ദിസ് ക്യാൻ ബി അച്ചീവഡ് ത്രൂ ഡിഫറെന്റ് മെത്തേഡ്സ് ലൈക്ക് ഓക്സിജൻ മിക്സർ വിത്ത് ഹീലിയം. അത് ഡിഫറെന്റ് മെത്തേഡ്സിലൂടെ നമുക്ക് ഓക്സിജൻ കൊടുക്കുന്നത് സപ്ലൈ ചെയ്യുന്നത് ചെയ്യാൻ ഓക്സിജൻ ഹീലിയമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പല മെത്തേഡ്സിലൂടെയും സഫീഷ്യന്റ് ആയിട്ട് ലങ്സിലേക്ക് ഓക്സിജൻ ഡെലിവറി ചെയ്യാം. Next one, proper techniques. The effectiveness of artificial respiration depends on the correct techniques and rescuer ability to provide effective ventilation. Proper techniques എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റ് മെത്തേഡ്സിലൂടെ കൊടുക്കുക, അതുപോലെ തന്നെ റെസ്ക്യൂറിന്റെ എബിലിറ്റിനെ അനുസരിച്ചിരിക്കും കറക്റ്റ് ടെക്നിക്സിലൂടെ കൊടുക്കുക എന്നുള്ളത്. Okay, thank you. Today's my topic is over. Thank you all for listening me. ഓക്കെ, അതിന് നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? CPR ആണ്. ലവ്ലി ഇല്ലാത്തതുകൊണ്ട് CPRലേക്ക് മൂവ് ആണ്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ച് എല്ലാവർക്കും ക്ലിയർ ആയോ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ച് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ CPRനെ കുറിച്ചിട്ട് ഫസ്റ്റ് പറയുന്നത് സൗമ്യയാണ് കേട്ടോ. Okay, ma'am. Good morning, all. I am Soumya Tony. I present to seminar CPR. CPR stands for cardiopulmonary resuscitation. It is an emergency life-saving procedure performed when someone's breathing or heartbeat has stopped typically due to sudden cardiac arrest, drowning, or other medical emergencies. In the goal of CPR is no manually maintain blood flow to the brain and other vital organs until professional medical help arrives. Without oxygen rich blood, permanent brain damage or death can occur within minutes. CPR എന്നത് കാർഡിയോ പൾമോണറി റെസിറ്റേഷൻ എന്നതിന്റെ ചുരുക്കരൂപമാണ്. ഹൃദയസ്തംഭനം, വെള്ളത്തിൽ മുങ്ങുക അല്ലെങ്കിൽ മറ്റു വൈദ്യ അടിയന്തര സാഹചര്യങ്ങൾ കാരണം ഒരാളുടെ ശ്വാസമോ ഹൃദയമിടിപ്പോ നിലയ്ക്കുമ്പോൾ നടത്തുന്ന ഒരു രക്ഷാപ്രക്രിയയാണ്. തലച്ചോറിലേക്കും മറ്റു പ്രധാന അവയവങ്ങളിലേക്കും രക്തയോട്ടം നിലനിർത്തുക എന്നതാണ് CPRന്റെ പ്രധാന ലക്ഷ്യം. ഓക്സിജൻ അടങ്ങിയ രക്തം ലഭിക്കാതെ വന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്യാം. Why is CPR important? CPRന്റെ പ്രാധാന്യം. It help keep oxygenated blood flowing to the brain and other vital organs when in the heart is not pumping effectively. ഹൃദയം കാര്യക്ഷമമായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ തലച്ചോറിലേക്കും മറ്റു പ്രധാന അവയവങ്ങളിലേക്കും ഓക്സിജൻ അടങ്ങിയ രക്തം ഒഴുകാൻ ഇത് സഹായിക്കുന്നു. It buys valuable time until emergency medical services can provide advanced care. അടിയന്തര വൈദ്യസഹായം എത്തുന്നത് വരെ വിലയേറിയ സമയം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. Bystander CPR can significantly increase in the chances of survival for some experience cardiac arrest. ഹൃദയസ്തംഭനം സംഭവിച്ച ഒരാൾക്ക് കാഴ്ചക്കാർ ചെയ്യുന്ന CPR അതിജീവനത്തിനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. How to perform CPR? എങ്ങനെ ചെയ്യാം? CPR എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. Check the scene to safety. Ensure in the environment is safe for both you and the person. സ്ഥലം സുരക്ഷിതമാണോ എന്ന് ആദ്യം പരിശോധിക്കുക. നിങ്ങൾക്കും ആ വ്യക്തിക്കും അപകടമില്ലെന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് വൺ, ചെക്ക് ഫോർ റെസ്പോൺസിവ്നെസ്. പ്രതികരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പൊസിഷൻ ഇൻ ദ പേഴ്സൺ. വ്യക്തിയെ ഒരു ഉറപ്പുള്ള നിരപ്പായ പ്രതലത്തിൽ മലർത്തി കിടത്തുക. സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻസ്. നെഞ്ചിൽ അമർത്താൻ തുടങ്ങുക. ഇമ്പോർട്ടന്റ് നോട്ട്: if you are not trained in rescue breath or are unwilling to perform them hands only CPR. Continuous chest compressions at 120 beats.
Terminate is recommended and can still be life-saving. നിങ്ങൾക്ക് രക്ഷാശ്വാസം നൽകാൻ പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിലോ അതിന് താല്പര്യമില്ലെങ്കിലോ കൈകൾ മാത്രം ഉപയോഗിച്ചുള്ള CPR മിനിറ്റിൽ 100-120 തവണ തുടർച്ചയായി നെഞ്ചിൽ അമർത്തുക. ഇതെപ്പോഴും ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. താങ്ക് യു മാം. ഓക്കെ സൗമ്യ. നെക്സ്റ്റ് ആരാണ്? ഓക്കെ പിൻ ചെയ്യാട്ടോ. മലയാളത്തിൽ പറയണമെന്ന് ഉണ്ടോ? ആ മലയാളത്തിൽ പറയാം. പറയണോ? പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? സുരേഷ് എങ്ങനെയാണോ മോൻ പ്രസന്റ് ചെയ്യാനായിട്ട് തോന്നുന്നത് അതേപോലെ പറയാം. Okay, ma'am. Good morning, ma'am. Good morning, all of you. Today I am presenting a seminar about CPR. CPR, cardiopulmonary resuscitation, is a first aid technique when used someone breathing or heartbeat has stopped. It involves chest compressions and in some cases rescue breaths to keep blood circulating and oxygen flowing to the brain and vital organs until professional medical help arrives. CPR എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. ഒരാളിപ്പം ബ്രീത്തിങ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ബ്രീത്തിങ്ങും ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഇതാണ് CPR. ഇതിനകത്ത് ചെസ്റ്റ് കംപ്രഷൻ വരുന്നത് നമുക്ക് ബ്ലഡ് ഫ്ലോയിങ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, വൈറ്റൽ ഓർഗൻസിലും അതുപോലെ ലങ്സിലേക്കും ഒക്കെ. CPR can significantly increase the chances of survival for someone in cardiac arrest. കാർഡിയാക് അറസ്റ്റ് വരുന്നതിൽ നിന്ന് ഒരാളെ ചാൻസസ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ CPR പെട്ടെന്ന് ചെയ്യുന്നത്. The goal of CPR is to keep oxygen flowing in and out of the lungs and to keep oxygenated blood flowing through the body. ഇത് നമ്മൾ ഈ CPRന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ഫ്ലോയിങ്, ലങ്സിലേക്കുള്ള ഓക്സിജൻ ഫ്ലോയിങ് പ്രോപ്പറായിട്ട് നടക്കുന്നതിനും പിന്നെ ഓക്സിജൻ ഉള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിനും വേണ്ടിയാണ്. ദിസ് വിൽ ഡിലേ ടിഷ്യൂ ഡെത്ത്. ഇത് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമ്മളെ ഒരു വിധം വരെ രക്ഷിക്കും. There are two types of CPR. രണ്ട് തരത്തിലുള്ള CPR ഉണ്ട്. ഹാൻഡ്സ് ഓൺലി CPR ആൻഡ് CPR വിത്ത് റെസ്ക്യൂ ബ്രീത്ത്സ്. കൈവച്ചുള്ള CPRും മൗത്ത് ടു മൗത്ത് വായിലൂടെയുള്ള CPRും ഉണ്ട്. ഹാൻഡ്സ് ഓൺലി CPR can prevent a delay in getting blood moving through the body. ഹാൻഡ്സ് ഓൺലി CPR ആണെങ്കിൽ കൈകൾ ഉപയോഗിച്ചുള്ള CPR നമ്മുടെ ബ്ലഡ് ബോഡിയിലേക്ക് മൂവ് ചെയ്യുന്നത് ഡിലേ ആവുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. ട്രഡീഷണൽ CPR with breaths, also called CPR with breaths. This alternate chest compressions with mouth-to-mouth breaths. CPR with breaths എന്ന് പറയുന്നത് നമ്മൾ വായിലൂടെ കൊടുക്കുന്ന CPRനെയാണ് പറയുന്നത്. This type of CPR can give the body more oxygen in the critical moment before helps arrive. ഹെൽപ്പ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജൻ എത്തുന്നതിന് വേണ്ടി മൗത്ത് ടു മൗത്ത് CPR ഹെൽപ്പ് ചെയ്യും. There are 7 steps we take when a person needs CPR. 7 കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തിക്ക് CPR കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. First one is assessing the scene. Ensure the area is safe for you and the person in need. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ പ്ലേസ് ആ പ്ലേസ് നമ്മൾ നോക്കണം. നമുക്കും CPR ലഭിക്കുന്ന ആൾക്കും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ് എന്ന് നമ്മൾ നോക്കണം. സെക്കൻഡ് വൺ ഈസ് കോൾ ഫോർ ഹെൽപ്പ്. ഡയൽ യുവർ ലോക്കൽ എമർജൻസി നമ്പർ ഓർ ഹാവ് സംവൺ എൽസ് ഡു സോ. നമ്മൾ ഹെൽപ്പിന് വേണ്ടി നമ്മൾ കോൾ ചെയ്യണം, വിളിക്കണം. ഡയൽ ലോക്കൽ എമർജൻസി നമ്പർ ഏതാണോ അതിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. തേർഡ് വൺ ഈസ് ഓപ്പൺ ദ എയർവേ. Tilt the person head back and lift their chin to open their airway. നമ്മൾ ഏത് പേഴ്സണിനാണോ CPR കൊടുക്കുന്നത് അവരുടെ ഹെഡ് ബാക്ക് തല
ചിൻ ഓപ്പൺ തുറസായ സ്ഥലത്തേക്ക് വെക്കാൻ നമ്മൾ ശ്രമിക്കണം. ഫോർത്ത് വൺ ഈസ് ചെക്ക് ഫോർ ബ്രീത്തിങ്. ലുക്ക് ഫോർ ചെസ്റ്റ് മൂവ്മെന്റ്, ലിസൺ ഫോർ ബ്രീത്തിങ് ആൻഡ് ഫീൽ ഫോർ എയർ ഓൺ യുവർ ചീക്ക്. നമ്മൾ അവരുടേതായ ചെസ്റ്റ് മൂവ്മെന്റ് അതുപോലെ തന്നെ ബ്രീത്തിങ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഫിഫ്ത്ത് വൺ ഈസ് പെർഫോം ചെസ്റ്റ് കംപ്രഷൻസ്. പ്ലേസ് യുവർ ഹാൻഡ്സ് ഓൺ ദി സെന്റർ ഓഫ് ദി ചെസ്റ്റ്. Interlock your fingers and push straight down at least 2 inches at a rate of 100 to 120 compressions per minute. നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കണം. നമ്മുടെ കൈകൾ അവരുടെ ചെസ്റ്റിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇന്റർലോക്ക്, നമ്മുടെ കൈവിരലുകൾ തമ്മിൽ ഇന്റർലോക്ക് ചെയ്തതിനു ശേഷം പുഷ് സ്ട്രെയിറ്റ് ഡൗൺ, നമ്മൾ നേരെ താഴേക്ക് അമർത്തണം. അറ്റ്ലീസ്റ്റ് 2 inches അറ്റ് എ റേറ്റ് ഓഫ് 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 100 മുതൽ 120 കംപ്രഷൻസ് വരെ നമ്മൾ കൊടുക്കണം എന്നുള്ള അളവിൽ നമ്മൾ കൊടുക്കണം. Sixth one is deliver rescue breaths. After 30 chest compressions, pinch the nose, make a seal with your mouth over theirs and give 2 rescue breaths. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 30 ചെസ്റ്റ് കംപ്രഷൻസ് നൽകിയതിനു ശേഷം അവരുടെ മൂക്കിൽ നുള്ളി നോക്കണം. അതിനുശേഷം നമ്മൾ 2 റെസ്ക്യൂ ബ്രീത്ത്സ് അവർക്ക് നൽകണം. സെവൻത് വൺ ഈസ് റിപ്പീറ്റഡ് സൈക്കിൾസ്. സെവൻത് വൺ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂ സൈക്ലിംഗ് ത്രൂ 30 chest compressions and 2 rescue breaths until help arrives or the person shows sign of life. അവര് തിരിച്ചു വന്നു എന്നുള്ള ഒരു അവർക്ക് മാറ്റമുണ്ട് എന്നൊരു സൈൻ കാണിക്കുന്നത് വരെ നമ്മൾ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. CPR ratio for 1 person CPR is 30 compressions to 2 breaths. CPR ഒരാൾക്ക് കൊടുക്കുന്നത് നമ്മൾ 2 ശ്വാസത്തിൽ 30 compressions എന്നുള്ള അളവിൽ നമ്മൾ കൊടുക്കണം. CPR is needed when someone is unresponsive, not breathing and has no pulse. CPR ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ശ്വാസമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നോ പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ CPR കൊടുക്കണം. It helps maintain blood flow to the brain and other vital organs. ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ആവുന്നതിന്, ബ്രെയിനിലേക്കും വൈറ്റൽ ഓർഗൻസിലേക്കും ബ്ലഡ് ഫ്ലോ ആകുന്നതിന് സഹായിക്കും. പ്രിവെന്റിംഗ് ബ്ലഡ് ഡാമേജ് ആൻഡ് അലോയിങ് ഫോർ എ ബെറ്റർ ചാൻസ് ഓഫ് റിക്കവറി. ബ്രെയിൻ ഡാമേജ് ആവുന്നതിന് സഹായിക്കും. പിന്നെ തിരിച്ചു വരുന്നതിന്, അവർ ജീവനിലേക്ക് തിരിച്ചു വരുന്നതിന് സഹായിക്കും. CPR for children and babies is similar to adult CPR but with some adjustments. CPR എന്ന് പറയുന്ന കുട്ടികൾക്കും ബേബീസിനും മുതിർന്നവർക്ക് ചെയ്യുന്ന പോലെ സിമിലർ ആണ്, സെയിം ആണ്, പക്ഷെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം. There are compression depth is shallower for children and babies. കംപ്രഷൻ നമ്മൾ കൊടുക്കുന്നത് സെയിം ആണ് അഡൽട്ടിനും ചിൽഡ്രൻസിനും. റെസ്ക്യൂ ബ്രീത്ത് ഫോർ ചിൽഡ്രൻ ആൻഡ് ബേബീസ് ആർ typically performed using a mask or bag valve mask device. Rescue breath for childrenസിനും ബേബീസിനും ഒരു മാസ്ക് ഓർ ബാഗ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. The 3 basic parts of CPR are easily remembered as CAB. CPR-ന് 3 പാർട്സ് ഉണ്ട്. അതിനെ നമ്മൾ ചുരുക്കി CAB എന്ന് വിളിക്കും. C for compression, A for airway and B for breathing. C എന്ന് പറയുന്നത് നമ്മൾ കംപ്രഷൻ, A എന്ന് പറയുന്നത് എയർവേ ആണ്, തുറസായ സ്ഥലം, പിന്നെ B എന്ന് പറയുന്നത് ബ്രീത്തിങ്, ശ്വസന പ്രക്രിയ. If there is no pulse or breathing within 10 seconds, begin chest compressions. ഒരാൾക്ക് ഇപ്പം 10 സെക്കൻഡിനകം ബ്രീത്തിങ് അഥവാ പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് CPR വിത്ത് 30 ചെസ്റ്റ് കംപ്രഷൻസ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ 30 ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കണം. ദെൻ ഗീവ് 2 റെസ്ക്യൂ ബ്രീത്ത്സ്. അതിനുശേഷം നമ്മൾ 2 റെസ്ക്യൂ ബ്രീത്ത്സ് നമ്മൾ കൊടുക്കണം. whenever anyone collapse, call emergency number and prepare to begin CPR. എപ്പോഴാണോ ഒരാൾ
കൊളാപ്സ്, അവർക്ക് ശ്വാസമോ പൾസോ ഇല്ലാതെയാകുന്നത്, ആ സമയത്ത് തന്നെ നമ്മൾ എമർജൻസി നമ്പറിനെ കോൾ ചെയ്തിട്ട് CPR സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കണം. കൺസിഡർ ദിസ് ഈസ് ദ ഗോൾഡൻ റൂൾ. ഇതിനെയാണ് അവരുടെ ഫസ്റ്റ് മൊമെന്റിനെയാണ് നമ്മൾ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. CPR can double or triple a person's chances of survival from cardiac arrest. CPR എന്ന് പറയുന്നത് 2-3 വട്ടം ഒരു പേഴ്സണെ കാർഡിയാക് അറസ്റ്റ് വരുന്നതിൽ നിന്ന് രക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യും. It is an emergency procedure used during cardiac or respiratory arrest that involves chest compressions, often combined with the artificial ventilation to preserve brain functions and maintain circulation until spontaneous breathing and heartbeat can be restored. ഇത് ചെയ്യുന്നതിലൂടെ കാർഡിയാക് അറസ്റ്റ് വരുന്നതിൽ നിന്നും അതുപോലെ തന്നെ കംപ്രഷൻ ഒക്കെ കൊടുക്കുന്നതിലൂടെ ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ ബ്രീത്തിങ് ഒക്കെ മടങ്ങി വരുന്നതിനും CPR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു മാം. താങ്ക് യു ഓൾ. കുട്ടികള് CPR-നെ കുറിച്ച് പറഞ്ഞു ആരെങ്കിലും? മാം എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ ഇന്ന് പറയണോ അതോ? പറഞ്ഞു രശ്മി അല്ലേ? അതെ മാം, അതെ. Good morning all. Respected ma'am and dear friends, here I start to take a seminar on the topic CPR, that is cardiopulmonary resuscitation. Here I take this seminar to educate the importance of CPR, when and how to perform it, and how timely intervention can save lives. CPR is a life-saving emergency procedure that is performed when a person's heart stops beating or when they stop breathing. It helps maintain blood flow and oxygen supply to the brain and other vital organs until professional medical help arrives. CPR, that is cardiopulmonary resuscitation, that the cardio relates to heart, pulmonary relates to lungs, and restitution means revive from unconsciousness or apparent death. CPR combines chest compression and in some case rescue breathe it to restore circulation and breathing in someone who is in the cardiac arrest. Simply we can say CPR give the best chance of survival. Importance of CPR: saving lives during cardiac emergencies, keep oxygen flowing to the brain and vital organs, can double or triple survival chance if started immediately. Anyone can learn and perform by CPR, increase safety in home, school, and public spaces. When is CPR needed? A person is unconscious and not breathing. There is no pulse in case of heart attack, drawing, electric shock, choking, sudden cardiac arrest, etc. Steps of CPR, that is called CAB method. C, compression. Push hard and fast in the center of the chest, at least 100 to 120 compression per minute with the depth of 2 inches in adult. A, that is airway. Tilt the head back to open the airway. And the next is B, that is breathing. Give 2 rescue breaths if trained. Make sure that chest rise with each breath. Instead of CPR, one more survival chant is used of AED, that is automated external defibrillator. An AED is a portable device that can shock the heart back into a normal rhythm. It is often available in public places. CPR and AED used together give to the best chance of survival. Here I conclude my seminar. CPR is a simple yet powerful technique that can make the difference between life and death. If we fail to give proper CPR on time, the brain damage will happen and chance of survival drops 7 to 10% every minute. Learning CPR equips people with the confidence and skills to respond in emergencies and help save lives. Everyone should know and aware about CPR because every second counts when someone's heart stops. Doing something is far better than doing nothing. In this kind of emergency situation, we can save a life with at least hand-only CPR for adults. Thank you so much for the patience. Thank you, ma'am.
ഓക്കെ, എല്ലാവർക്കും CPR നെ കുറിച്ചും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചും മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. Then നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആണോ ഫസ്റ്റ് എയ്ഡിന്റെ? ഞാൻ പറയുന്നത് കേൾക്കാം. അതെ അല്ലേ, ഫസ്റ്റ് എയ്ഡ് ചാപ്റ്ററിൽ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ബോക്സ് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Yes, ജസ്റ്റ് അതൊന്ന് കാണിച്ചാൽ മതി. എന്തെല്ലാം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓരോരുത്തരും ക്യാമറ ഓൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഒന്ന് പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അനുസരിച്ച് വിളിക്കാം. അഫീന, ഓക്കെ. ഓക്കേടാ, ഓക്കെ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് സഞ്ജന ആണോ? ഓക്കേടാ. സഞ്ജന മ്യൂട്ടാടാ, പറയണത് കേൾക്കില്ല. tape, patties, paracetamol, cotton, Vicks, stitching powder, ointment, ear drops, paracetamol syrup, saline drops, ORS. ഓക്കെ, ടെസ്റ്റ് ചെയ്യും. ഞാൻ വരച്ചിരിക്കുകയാണ് മാം. ആ ഓക്കെ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. വായിക്കണോ? വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൽഫില. ഓക്കേടാ, കാണാം. ഓപ്പൺ ചെയ്തല്ലോ. മാം കാണുന്നുണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഇത് കാണാം. വിക്സ് ആണത്. മാം ഞാൻ ഒരു കാണിച്ചു. സെൽ ഡ്രോപ്സ് ആണ്. ഞാൻ എന്റെ അടുത്തുള്ളത് വെച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാക്കിയതാണ്. നെസൽ ഡ്രോപ്സ്, ഐ ഡ്രോപ്സ്, ഗുളികപ്പൊടി, മറ്റേ പൗഡർ ആണത്. പിന്നെ ഈ വേദന ഒക്കെ വരില്ലേ, ആണിത്. പിന്നെ പല്ലുവേദന വന്നാല് പെട്ടെന്ന് ശരിയാവണം. പിന്നെ നമ്മൾ
പരമായിട്ടുള്ള എന്തെങ്കിലും ചൊറിച്ചില് ഇറിറ്റേഷൻ അങ്ങനെ വരുമ്പോ ഉപയോഗിക്കുന്നതാണ്. താങ്ക് യു മാം. ഓക്കേടാ. ബാക്കിയുള്ളവര് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് തന്ന ആക്ടിവിറ്റി ആണ്. ഇനി ഞാൻ തരുന്ന ആക്ടിവിറ്റീസ് എന്തായാലും ചെയ്യാതെ വരരുത് കേട്ടോ. മാം ഞാൻ പറയട്ടെ. നെക്സ്റ്റ് പറഞ്ഞു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ അല്ലേ? അതെ അതെ മാം കാണുന്നുണ്ടോ? കാണാം. ഇയർ ഡ്രോപ്സ്, ബാൻഡേജ്, ബെറ്റാഡിൻ, പനി വരുമ്പോ ബ്രൂഫിൻ, ഐ ഡ്രോപ്സ്, തെർമോമീറ്റർ, കോട്ടൺ, വിക്സ്, സിസേഴ്സ്. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഓക്കേടാ. താങ്ക് യു മാം. മ്യൂട്ടാടാ, പറയണ കേൾക്കാൻ പറ്റില്ല. മാം കാണുന്നുണ്ട് മാം. കാണാം. ഓക്കേടാ, സെറ്റ്. കോവിഡ് പാരസ്റ്റമോൾ, ഓക്കെ. എന്താ എന്തോ നെറ്റ്വർക്ക് എന്തോ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടാണ്. റേച്ചൽ ചെയ്തോട്ടോ. ഓക്കെ, വേറെ ഇല്ലല്ലോ. അപ്പൊ ഇനി തരുന്ന ആക്ടിവിറ്റീസ് ഫസ്റ്റ് ബോക്സ് നിങ്ങൾ നെക്സ്റ്റ് വീക്കെൻഡ് പ്രിപ്പയർ ചെയ്യണം. ഇനി തരുന്ന ആക്ടിവിറ്റീസ് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ റേച്ചിൽ കാണാടാ. കേട്ടോ. ഓക്കേടാ. നമുക്ക് ഒരുപാട് ടീച്ചിങ് എയ്ഡുകൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ശ്രുതി സുരേഷ്. സം പെയിൻ കില്ലേഴ്സ്. പിന്നെ ഇത് ആവി പിടിക്കാനുള്ള, പിന്നെ ഈ പൊള്ളിയാൽ പുരട്ടാനുള്ള ഓയിൻമെന്റ്സ്, പിന്നെ ഈ റാഷസ് ഒക്കെ വരുമ്പോ പിള്ളേർക്ക് ഈ റാഷസ് ഒക്കെ വരുമ്പോ പുരട്ടാനുള്ള ഓയിൻമെന്റ്, പിന്നെ ഇത് ഓഡോമോസ്, പിന്നെ ഗ്ലൗസ്, പിന്നെ ഇത് മറ്റേ പട്ടീസ്, സിസേഴ്സ്, പിന്നെ കോട്ടൺ. ഗോസ് ഇച്ചിരി എക്സ്പയറി ചെയ്യാം, അപ്പൊ ഞാൻ കളഞ്ഞു. ഓൾറെഡി ഉണ്ടായതാണ് തന്നെ, അത് മേടിക്കണം വേറെ. ഇത് തെർമാമീറ്റർ. ഇതും പിന്നെ ഈ പിള്ളേർക്ക് സ്നഗ്ഗി ഒക്കെ ഇടുമ്പോ റാഷസ് പോലെ വരുമ്പോ പരട്ടാനുള്ള. ദാറ്റ്സ് ഇറ്റ് മാം. താങ്ക് യു മാം. അപ്പൊ ബാക്കി എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് കാണിക്കാം കേട്ടോ. എന്താ പറയാൻ വന്നേ, നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ജസ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി ആയിട്ട് തന്നതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സും ഓരോ ടീച്ചിങ് എയ്ഡുകൾ പ്രിപ്പയർ ചെയ്യാൻ തരും. ഓക്കെ, മേ ബി അതെന്താന്ന് പറഞ്ഞു തന്നിട്ടായിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഈ ടീച്ചിങ് എയ്ഡുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. 100 മാർക്സിലാണ് വരുന്നത്. അപ്പൊ ടീച്ചിങ് എയ്ഡുകൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 100 മാർക്സ് കിട്ടുള്ളൂ. സോ നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം. വൈവേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ടീച്ചിങ് എയ്ഡുകൾ വേണം. അതേപോലെ തന്നെ നിങ്ങൾക്കും ഉപകാരമാണ്. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകുമല്ലോ, നിങ്ങൾ ഓരോരുത്തർ ട്രെയിനിങ്ങിന് പോകുമല്ലോ. ആ സമയത്ത് നമുക്ക് ടീച്ചിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡുകൾ കൊണ്ടുപോകാനായിട്ട് പറ്റും.
ആ ടൈമിൽ അത് പ്രിപ്പയർ ചെയ്യുന്നേക്കാളും എത്ര എളുപ്പമായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽസ് കൊണ്ട് ട്രെയിനിങ്ങിന് പോകുമ്പോൾ. ഏത് എളുപ്പം? ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്ലാൻ ചെയ്ത് അതുകൊണ്ട് ട്രെയിനിങ്ങിന് പോണേല്ലേ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, ടീച്ചിങ് എയ്ഡുകള് പറയുന്നത് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളിന്ന് മൂവ് ആകുന്ന ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് വെൽഫെയർ ആണ്. ഓക്കെ, യൂണിറ്റ് 8 ആണ് എടുക്കുന്നത്. ചൈൽഡ് വെൽഫെയർ ആണ് ചാപ്റ്ററിന്റെ പേര്. നമുക്കറിയാലോ കുട്ടികൾ ഭയങ്കര നമ്മളെ രാജ്യത്തെ സംബന്ധിച്ച് കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അമൂല്യമായ സമ്പത്താണ് നമ്മളുടെ കുട്ടികൾ. ഭാവി വാഗ്ദാനങ്ങളാണ് ആര്? ഓരോ കുഞ്ഞു മക്കൾ എന്ന് പറയുന്നത്. അവർക്ക് സുരക്ഷിതമായ ബാല്യം അത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. എല്ലാ കുട്ടികൾക്കും അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബാല്യം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്നുള്ളത് അവരുടെ അവകാശമാണ്. സോ നമ്മളത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആര്? ഗവൺമെന്റും പാരന്റ്സും അതേപോലെ സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സും എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള എല്ലാ മനുഷ്യരും നമ്മൾ കുട്ടികളായിട്ട് കാണാറുണ്ട്. കുട്ടികൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് ഉള്ളത്? അവർക്ക് സർവൈവ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അതിജീവനത്തിനുള്ള അവകാശം. അതിജീവനത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ പ്രധാനമായി ജീവിക്കാനുള്ള അവകാശം, നല്ല രീതിയിൽ നല്ല പോഷകാഹാരങ്ങളോടുകൂടി ജീവിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെന്റിനാണ് ഇത്തിരി വീക്ക് ആയിട്ടുള്ളത് കുട്ടികളുടെ ഡെവലപ്മെന്റിന്. പക്ഷേ ഫോറിൻ കൺട്രീസിലൊക്കെ കുട്ടികളുടെ ഡെവലപ്മെന്റിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജർമ്മനി ഒക്കെ പോലത്തെ രാജ്യങ്ങളാണെങ്കിൽ അവിടെ ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും അവർ വേണ്ട എന്താ പറയാ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ഓഫ് ഫണ്ട് പാരന്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്നാലും പക്ഷെ അത്രയും എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പോഷകാഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മിഡ് ഡേ മീൽസ് പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ അതിനെക്കുറിച്ച് അവർ കുറച്ചും കൂടി ഒരു മുൻകാഴ്ചയുണ്ട്. ഓക്കെ, അതിജീവനത്തിനുള്ള അവകാശം എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഉന്നമനാവകാശം, അവർക്ക് ഡെവലപ്മെന്റിനുള്ള അവകാശമുണ്ട്, ഇല്ലേ? വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, പരിചരണം, വിശ്രമം, വിനോദം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ആർട്സ് പോലെ കലാരൂപങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ കുട്ടികൾക്കുണ്ട്. ദെൻ പ്രൊട്ടക്ഷൻ ആണ്. കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? പാരന്റ്സ് ആവട്ടെ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ ആരാവട്ടെ, കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ വേണം. കാരണം അവർക്ക് ഒറ്റയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ അറിയില്ല. അതുകൊണ്ട് നമ്മളുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും ആർക്ക് വേണം? കുട്ടികൾക്ക് വേണം. അപ്പോ ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായി ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യരഹിതമായ പെരുമാറ്റങ്ങൾ എല്ലാം അവോയ്ഡ് ചെയ്യണം. അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ നമ്മൾ ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക് കൊടുക്കണം. നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. ചിലപ്പോ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായാലോ, എന്തായിരുന്നു? ഒരു 3 വയസ്സുകാരി അംഗനവാടി വിട്ടു വന്നപ്പോ അമ്മ എന്ത് ചെയ്തു? പുഴയിലേക്ക്, നിങ്ങൾ അറിഞ്ഞോ അത്? ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു, സർവൈവലിനുള്ള അവകാശം നഷ്ടപ്പെടുന്നതായിരുന്നു. പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾക്ക്, മോൾക്ക് ഇല്ലാലോ. എന്തൊക്കെയാ വായിക്കുന്നത്? പ്രൊട്ടക്ഷനും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കുറച്ച് അവകാശങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സർവൈവൽ, ജീവിക്കാനുള്ള അവകാശം, ഡെവലപ്മെന്റിനുള്ള അവകാശം, സംരക്ഷണം. നമുക്കറിയാം ചുറ്റുപാടുമുള്ള ആൾക്കാർ എന്താ പറയാ, ചുറ്റുപാടും എല്ലാവരും നല്ലതാണെന്നില്ല. അപ്പൊ ചുറ്റുപാടും ദോഷമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം. അതിന്റെ ഉത്തരവാദിത്വം ശരിക്കും പാരന്റ്സിനാണ് ഉണ്ടാവും. പാരന്റ്സ് ആയിരിക്കണം അവർ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. ചെറിയൊരു അനക്കം അതൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ ആർക്ക് പറ്റും? പാരന്റ്സിന് പറ്റും. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ പാർട്ടിസിപ്പേഷൻ ആണ്. തീരുമാനങ്ങൾ എടുക്കൂലേ? ആരൊക്കെയാണ് കുട്ടികള് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യണേ? കുട്ടികളുടെ തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളാണെന്ന് വിചാരിക്കും. ഇപ്പോ സ്കൂളൊക്കെ തുറന്ന സമയത്ത് ബാഗ് എടുക്കാൻ പോയപ്പോ അവരുടെ ഇഷ്ടത്തിന് ബാഗ് വാങ്ങിച്ച
ഓക്കെ 1 മിനിറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ കുട്ടികളില് എന്താ പറഞ്ഞത്, പങ്കാളിത്ത അവകാശമുണ്ട്, പാർട്ടിസിപ്പേഷനുള്ള അവകാശം എന്തുണ്ട് കുട്ടികൾക്കുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ഡിസിഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. നമ്മളിപ്പോ എന്ത് സാധനം, ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനങ്ങൾ എടുപ്പിക്കാം. അങ്ങനെ അവർ നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ കുട്ടികളിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ നോക്കാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞത്. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ അമൂല്യ സമ്പത്താണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മളുടെ ഓരോ കുട്ടിമക്കളും. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും അവർക്ക് വേണ്ട സർവൈവലും ഡെവലപ്മെന്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം നമ്മുടെ പാരന്റ്സിനുണ്ട്. ഓക്കെ, ദെൻ സഞ്ജന, ബാക്കിയുള്ള ദെൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കംപ്ലീറ്റ് ആയെന്നാണ്. ആ ഒരു പോർഷൻ എടുത്തിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇത്. ഞാൻ പ്രീവിയസ് ഉണ്ടായിരുന്നു. അത് എടുത്തിട്ടില്ല. ആ, ഡ്രോയിങ് വരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ, ഞാൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ചു. സോറി, കുഴപ്പമില്ല, നോക്ക് കേട്ടോ. ആ ഒരു പോർഷൻ ഒന്ന് അതിലൊന്ന് റീഡ് ചെയ്തേ. ബേൺസ് ആൻഡ് റീഡ് ചെയ്താരെങ്കിലും. Burns and scalds. A person may get burns by fire, a piece of metal, or by current. Sometimes the burns are caused by boiled water, milk, etc. Then it is called scalds. The burned place should be saturated by clean water. If the patient has no collapsed, try to bring him to his sense. Antiseptic ointment for burns should be applied. Coconut oil and clean water are also helpful in site burnings. If the burn is serious, medical care is to be given. The first aider should be careful. സിബിൻ, ഒരു പേഴ്സണ് നമുക്ക് എന്തെങ്കിലും പീസ് ഓഫ് ഹോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പീസ് ഓഫ് മെറ്റൽസിൽ നിന്നൊക്കെ നമുക്ക് ഫയറിൽ നിന്നൊക്കെ എന്ത് വരാനുള്ള ചാൻസസ്, ബേൺസ് സംഭവിക്കാനുള്ള ചാൻസ്. അപ്പോൾ ഈ ബേൺസ് കുറച്ചും കൂടി സീരിയസ് ആവുന്ന എപ്പോഴായിരിക്കും, ഇപ്പൊ ചൂടുള്ള തിളച്ച വെള്ളം കാലിന് വീഴുമ്പോൾ ഭയങ്കരമായിട്ട് പൊള്ളലേക്കും, തിളച്ച പാല് വീഴുമ്പോൾ അത് ഭയങ്കരമായിട്ട് അത് വരാണെങ്കിൽ, അല്ലെങ്കിൽ ബേൺസിനേക്കാൾ സ്ലൈറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും അടുക്കളയിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ചെറിയ ബേൺസ്, അത് അത് കുഴപ്പമില്ല. പക്ഷെ ബേൺസിന്റെ ആ ഒരു ഇത് കൂടുതൽ എപ്പോഴാണ്, അത് പൊള്ളലേക്കും കൂടുതലായിട്ട് അത് അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ ബേൺസ് ചെയ്തിട്ടുള്ളത് പൊസിഷൻ ചില പൊള്ളലേറ്റ ഭാഗം നമ്മൾ എന്ത് ചെയ്യാം, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്റ്റാച്യൂർഡ് വാട്ടറിൽ എന്ത് ചെയ്യുക, നമ്മളത് വെച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ആ പേഷ്യന്റ് പെട്ടെന്ന് ചിലപ്പോൾ മേത്തേക്ക് ചൂടുവെള്ളം വീണ് കഴിയുമ്പോൾ ആൾ കൊളാപ്സ് ആയിട്ട് പോകാനുള്ള ചാൻസ്, പെട്ടെന്ന് ആൾക്ക് എന്നുവെച്ചാൽ പെട്ടെന്ന് ബോധം പോകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ പേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോകാതിരിക്കാനും സെൻസിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കണം. കാരണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഈ ബേൺസിനൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ചെറിയ ബേൺസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഒക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബേൺസ് ഒക്കെ നമുക്ക് മാറും. ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ആയിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ആണ് അവർ പറയുന്നത്, കോക്കനട്ട് ഓയിൽ ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ ക്ലീൻ വാട്ടർ ഒക്കെ ചെറിയ സ്ലൈറ്റ് ബേൺസിന് കുഴപ്പമൊന്നുമില്ല, അത് യൂസ് ചെയ്താൽ മതി. ഇനി ബേൺസ് കുറച്ച് സീരിയസ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെഡിക്കൽ കെയർ എടുക്കേണ്ടതാണ്. കഴിഞ്ഞ വിഷുവിന് ഞങ്ങളുടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിനെ മോന്റെ കയ്യിലിരുന്ന് പടക്കം പൊട്ടി. എന്താ പറ്റിയെന്ന് വെച്ചാല് പടക്കമാണ് കമ്പിത്തിരിയാണെന്ന് പറഞ്ഞോളൂ. അങ്ങനെ എന്തൊരു സംഭവം, പുതിയ ഒരുപാട് വെറൈറ്റീസ് ആണല്ലോ നമ്മൾ ഈ പറയുന്ന ഇതിലുള്ളത്, കമ്പിത്തിരി, പടക്കം, അങ്ങനത്തെ സംഭവങ്ങളില്. അപ്പോ ഇത് കയ്യിലിരുന്ന് പൊട്ടി, കുട്ടിയുടെ മേത്തൊരു 30% ബൈക്കിനും മേത്തങ്ങോട്ട് പൊള്ളി, വയറിനോട് ചേർന്ന് പൊള്ളി. കാരണം പോളിസ്റ്ററിന്റെ ഡ്രസ്സാണ് നിൽക്കുന്നത്, പെട്ടെന്നത് സ്കിന്നിലേക്ക് എന്ത് ചെയ്തു, ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ വന്നപ്പോ അവര് പെട്ടെന്ന് മെഡിക്കൽ കെയർ കൊടുക്കുക. അന്ന് വിഷുവിന്റെ തലേന്നാണെന്ന് ആലോചിച്ച് നോക്കി, ഒരു ഹോസ്പിറ്റലിലും കുട്ടീനെ എടുത്തില്ല. ഭയങ്കര എന്താ പറയുക, അത്ര സീരിയസ് ആയിരുന്നു. വേഗം രാജഗിരിയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തത്. അത്യാവശ്യം നന്നായിട്ട് ബേൺ ആയിട്ടുണ്ടായിരുന്നു. ഒത്തിരി നാൾ 2-3 മാസമായിട്ട് 2 മാസമായിട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. എന്നുവെച്ചാല് ആള് പുറത്തൊന്നും വിടില്ല,
ഇപ്പൊ ഇത് കൂടുതൽ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ശ്രദ്ധിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആൾക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഒന്നും ആവാതെ നോർമലായിട്ട് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളാണ്, കുട്ടികൾക്ക് ഈ പൊള്ളലേക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. കാരണം നമ്മൾ ചെറിയ ഒരു സെക്കൻഡ് അശ്രദ്ധ മൂലം ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം. ഇതേപോലെ പട്ടാസൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് പാരന്റ്സ് എന്തായാലും ശ്രദ്ധിക്കണം. അതേപോലെ ചൂടുവെള്ളം, ഹോട്ട് മിൽക്ക്, അതൊന്നും കുട്ടികൾക്ക് കൈയെത്തുന്ന രീതിയിൽ വെക്കാതിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. Then first aider should be careful in defecting the nature of temporary treatment to operate to the patient. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക് ടെമ്പററി ട്രീറ്റ്മെന്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. നിങ്ങൾ ഓരോരുത്തർക്കും ഇനി ടെമ്പററി ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അറിയില്ലേ? അറിയോ? അതെ, നമ്മൾ ഓരോരുത്തർക്കും ഇനി ഒരു സാഹചര്യം നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നോക്കും, അല്ലേ? ഓക്കെ, he should have some essential qualities such as compassion, gentleness, power of conclusion, resourcefulness, alertness, etc. നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്, നല്ല ധൈര്യം വേണം, പെട്ടെന്ന് പെട്ടെന്ന് കൺക്ലൂഷനിൽ എത്താൻ പറ്റണം. അതേപോലെ നമ്മുടെ അടുത്തുള്ള റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. കറക്റ്റ് ആയിട്ട് നമ്മളത് ചെയ്യാനായിട്ട് എന്ത് വേണം, ഫസ്റ്റ് എയ്ഡർക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം. She or he should be very efficient and quick to render help to victim. ക്വിക്ക് ആയിട്ട് കൊടുക്കണം. ഒരു ആക്സിഡന്റ് സംഭവിച്ചു 10 minutes കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്. ആ സംഭവിച്ച നിമിഷത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. സോ നമ്മൾ ക്വിക്ക് ആയിട്ട് എന്ത് കൊടുക്കണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ഇപ്പൊ ഒരാൾ വെള്ളത്തിൽ വീണ് പോയത് വിചാരിക്കും, നമ്മുടെ അടുത്ത് കുറച്ച് കയർ അടക്കണമെങ്കിൽ മാക്സിമം ഒരു മരത്തിൽ ആ കയറ് കെട്ടിയിട്ട് ആൾക്ക് എന്ത് ചെയ്യുക, എറിഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ അല്ലെങ്കിൽ ആ കയറിൽ നമ്മളത് കെട്ടിയിട്ട് ഇറങ്ങി ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. ഓർ ഇനി ഒരു പാമ്പ് കടിയേറ്റ ഒരാളാണെങ്കിൽ അടുത്ത ഏതെങ്കിലും വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരടോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബാൻഡേജ് മുകളിലും താഴത്തായിട്ട് നല്ല രീതിയിൽ മുറുക്കി കെട്ടാനായിട്ട് ബാൻഡേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സ്ലൈറ്റ് ആയിട്ടുള്ള ബേൺസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വാട്ടറുള്ളത് ക്ലീൻ ചെയ്യാനും ആന്റിസെപ്റ്റിക് ലോഷൻസ് പറ്റാനും പറയാം. ബ്ലീഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ബ്ലീഡ് ആയിട്ടുള്ള പൊസിഷൻ കുറച്ച് അപ്പായിട്ട് എന്നുവെച്ചാൽ ഉയർത്തി പിടിക്കാനും പിന്നെന്താണ് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് ബാൻഡേജ് ചെയ്യാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റണം. അതേപോലെ തന്നെ ഒരാൾ ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു, അല്ലെ? ഇനി ഇങ്ങനെ ഒരു സാഹചര്യം നമ്മളുടെ മുൻപിൽ വരാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഫസ്റ്റ് എയ്ഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കൂലേ? യെസ് മാം. എന്നുവെച്ചാൽ നമ്മൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ നല്ല ധൈര്യത്തോടു കൂടി ഏതൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഈ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. ഫസ്റ്റ് എയ്ഡ് നമുക്ക് ഫിസിക്കലായിട്ട് വരുന്ന പ്രശ്നങ്ങളുടെ മാത്രം ഫസ്റ്റ് എയ്ഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെന്റൽ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അത് മിക്കവാറും ജസ്റ്റിസ് ആക്കി കൊടുക്കണേ കേട്ടോ. ഉണ്ടാവോ? ഉണ്ടാവും. മോക്ക് കൊടുക്കാൻ പറയാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിന്റെ മോക്ക് കിട്ടിയോ? ഓക്കേടാ. അപ്പൊ മോക്ക് ടെസ്റ്റിലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന എന്നോട് പറയണം. കാരണം എന്താണെന്ന് അറിയാമോ, ചിലപ്പോ ഓപ്ഷൻ ടിക്ക് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നോട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയണം കേട്ടോ. ഓക്കെ, എന്നോട് എനിക്ക് മിസ്റ്റേക്ക് ഉള്ളത് എന്നോട് തന്നെ പറയണം. മാം, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണോ എക്സാമിന് വരിക? എന്താണ്? ഈ മോക്ക് ടെസ്റ്റിലുള്ള ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണോ എക്സാമിനും വരിക? അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മോക്ക് ടെസ്റ്റിലെയും അതേപോലെ തന്നെ മോഡൽ എക്സാമിന്റെയും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ മാം, താങ്ക് യു മാം. പിന്നെ ഓക്കെ, അത് മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും.
നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ പഴയ വന്നിട്ടുള്ള മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ റെഫർ ചെയ്തിട്ടാണ് മോക്ക് തരുന്നത്. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റ് തരുന്നത്. അപ്പോ മാക്സിമം ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഒരു ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ തന്നെ ഒരു മിനിമം 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ടീച്ചേഴ്സ് തരുന്നില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്ക് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് വെൽഫെയർ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. Okay, good morning everyone. I am Mridula. It's my privilege to deliver the sign off for today's class. Today's class we learned about 2 seminar topics such as artificial respiration and CPR presented by Adira, Soumya, Sibi and Reshmi. They are successfully host the seminar topics and we learn a topic burns and scars. Thank you, ma'am, and thank you, ma'am, and thank you. I would also like to thank you all my batchmates for active participation. Thank you. Have a good day. Thank you, Miss. Thank you all.